എല്ലാരും ഉണ്ടല്ലോ. എന്താ കാര്യം? പ്രാക്ടീസിന് എല്ലാരും എത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തുടങ്ങിക്കും. ഞാൻ നാളെ കൃഷിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. കൃഷിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ നിലങ്കയ്ക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ നിലങ്കയ്ക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ക്രൂശിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. പിള്ളേരെ നിങ്ങൾ പ്രാക്ടീസ് പോലെ ഞാൻ ദൈവം. എന്താ കാര്യം? ഞാൻ ഇടവകയിലുള്ളതാണ്. എൻ്റെ പേര് സ്റ്റെല്ല എന്നാണ്. എൻ്റെ മോനാണ് എബി എന്നാണ് പേര്. അച്ഛൻ എൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം. ഇന്ന് ഞാൻ പറഞ്ഞ ഒന്നും കേട്ടില്ല. ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കാറില്ല. സ്കൂളിൽ പോകത്തില്ല, പഠിക്കത്തില്ല, ഗുരുവിനെ കൊണ്ടൊരു നിവർത്തിയില്ല. സ്റ്റെല്ല ധൈര്യമായിട്ട് വീട്ടിൽ പോകും. ഒരു 5 മിനിറ്റ് എൻ്റെ കൂടെ ഇരിക്കട്ടെ. ഇവന്റെ കാര്യമില്ലേ, നമുക്ക് ശരിയാക്കാം. നമുക്ക് പള്ളി വരെ പോയാലോ? സമയമായി. ഇതാ വഴിമാറിയോടുന്നു കഥ, പുതുലോകമേറുന്നു സദാ, ചിറകേറി മായുന്നു ജരാനര. പുതുലോകമേറുന്നു സദാ, ചിറകേറി മായുന്നു ജരാനര. ബാലന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? എന്റെ വചനപ്രകാരം അവനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. എന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ആമേൻ. ദൈവമേ, ഇന്നലെ നല്ലൊരു ദിവസം
പരിശുദ്ധ നന്ദി. ഇന്നലത്തെ പോലെ ഇന്നും നല്ലൊരു ദിവസം തരണമേ. ദൈവമേ, അന്നമില്ലാത്തവർക്ക് അന്നം കൊടുത്ത് സഹായിക്കണമേ. എല്ലാവരെയും കാത്തുകൊള്ളണമേ. ആമേൻ. ചില ചുവടു ചേരുന്നിതാ ഒരു തരി ഇടനെഞ്ചിലുണ്ടെങ്കിൽ നിറവേനലും മഴ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? എന്താ എന്താണ് താമസിച്ചേ? കളിക്കാൻ പോയിരുന്നു. പോയി കുളിച്ചിരുന്ന് പഠിക്കും. ഓരോരുത്തന്മാര് ഓരോന്ന് കണ്ടുപിടിച്ച് കുഴി ചെന്നിട്ടാണ്, എന്നിട്ട് ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടും. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീഴാതെ ചക്ക വീണാൽ മതിയായിരുന്നു, ഇങ്ങനെ അടിച്ചു പോയത്. മതി, നാളെ പള്ളി പോകാനുള്ളതല്ലേ, പോയി കിടന്നുറങ്ങാം.
ഓരോ നിമിഷവും നിന്നെ കാണാൻ, ഓരോ സമയവും നിൻ വിളി കേൾക്കാൻ ഇന്നാഥാ നിൻ തിരുമുമ്പിൽ ഒരു അണയാതിരിയായി എരിയാൻ ഇന്നാഥാ നിൻ തിരുമുമ്പിൽ ഒരു അണയാതിരിയായി എരിയാൻ കൊതിയോടെ കാത്തിരിപ്പൂ.
സൺഡേ സ്കൂൾ തുടങ്ങാറായി, എല്ലാവരും വരണേ. വാക്യം, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവമേ, ഇന്ന് സൺഡേ സ്കൂളിൽ പഠിച്ച എല്ലാ വചനങ്ങളും ഈ മക്കൾക്ക് കാലിനും ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ. ആമേൻ. അമ്മ ഞാൻ പോവാണ്. ശരി പോണേ. പണ്ടല്ല ഇവിടെ കോളേജിൽ എല്ലാവരും പഠിക്കാൻ തന്നെയാണ്. നിനക്ക് മാത്രം ഒരു പുതുമയൊന്നുമില്ല. സീനിയറൊക്കെ അവിടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എഴുതണം, അല്ലെങ്കിൽ എഴുതണ്ട. ചങ്ങമ്പുഴയെ കുറിച്ചാണ്. ചങ്ങമ്പുഴയുടെ യഥാർത്ഥ പേര് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള മുഴുവൻ പേര്. അദ്ദേഹം 1911 എറണാകുളത്തെ ഇടപ്പള്ളിയിലാണ് ജനിച്ചത്. മലയാളത്തിലെ ഏറ്റവും അധികം ജനപ്രിയം നേടിയ കവികളിൽ ഒരാളായിരുന്നു ചങ്ങമ്പുഴ. മലയാളത്തിലെ ഏറ്റവും അവിടെ എന്താ ചെയ്യുന്നേ? മലയാളത്തിലെ ഏറ്റവും നല്ല കവികളിൽ ഒരാളായിരുന്നു ആരാണ്? ചങ്ങമ്പുഴ. ചങ്ങമ്പുഴ കുട്ടിക്കാലം മുതൽ തന്നെ കവിതകൾ എഴുതി തുടങ്ങിയ ഒരു വ്യക്തിയാണ്. ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും കവിതകൾ എഴുതുന്നവരായിട്ടുണ്ടോ? ആരെങ്കിലും യഥാർത്ഥത്തിൽ എഴുതുന്നവരുണ്ടോ? മലയാള ലാംഗ്വേജ് എടുത്തിട്ട് കവിതകൾ എഴുതുന്ന ആരും ഇല്ല എന്ന് പറയുന്നത് മോശമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കവിതകൾ എഴുതാനുള്ള കഴിവുണ്ടാവും. അതൊക്കെ നിങ്ങൾ പുറത്തെടുക്കേണ്ട. ചങ്ങമ്പുഴ അദ്ദേഹത്തിന്റെ 23ാമത്തെ വയസ്സിൽ തന്റെ ആദ്യ കൃതി പ്രസിദ്ധീകരിച്ചു. ആ കൃതി ഏതാണെന്ന് അറിയാമോ? തന്നെ അറിയാം.
ഭാഷണത്തിലല്ലേ? ആ അതെ വെരി നോട്ട് എഴുതി നോക്കി അതല്ല ഇതിന്റെ ഈ ഫോർമാറ്റിലാണ് അത് എഴുതേണ്ടത്. അല്ലാതെ ആ ഇതിലൂടെ നമുക്ക് ഇതുപോലെ ടാഗ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആവത്തില്ല. നമുക്ക് ഇതുപോലെ എക്സ്പ്രഷൻ എഴുതി ചെയ്താലേ അത് കറക്റ്റ് കിട്ടത്തുള്ളൂ. അതൊക്കെ ശ്രദ്ധിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കറക്ഷനാണ്. ഇത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെന്റൻസ് മാറ്റിയിട്ട് വേറെ കയറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. പഠിക്കുക 2 അക്ഷരം പഠിക്കുക. ഈ പഠിക്കുന്ന സമയത്ത് നല്ല 2 അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകണം. നീ പഠിക്കണം. ആരെ by opening now opportunity teaching us lessons and showing our pathways of growth. It helps us എന്ത് പോലെ ഉണ്ടോ കറങ്ങണ്ട. ഒന്നുമില്ല. what is this? Listen. നീ കോളേജിൽ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ നീ ഇപ്പോൾ ഇത്രയ്ക്കും അതപ്പതിച്ച് പോയതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. പിന്നെ നീ ഒരു നാൾ നല്ല രീതിയിൽ ഇവിടെ പഠിച്ചതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഇപ്പോൾ പോലീസിൽ ഏൽപ്പിക്കാതെ വിടുന്നത്. പക്ഷേ ഇനി മുതൽ ഈ കോളേജിലെ മറ്റു കുട്ടികളെ ചീത്തയാക്കുന്നതിന് വേണ്ടിയിട്ട് നിന്നെ എടുത്തുടരാൻ ഞങ്ങൾക്ക് അനുവദിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നീ കൂടെ കോളേജിൽ നിന്ന് പുറത്തു പോകണം. വന്നോ? യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കോളേജിൽ പറഞ്ഞു വിടുന്നത് എന്റെ കയ്യിൽ നിന്ന് വിടുന്നേ.
നിങ്ങൾ അങ്ങോട്ട് പോകില്ല. ഇന്നത്തെ പുതിയ തലമുറ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്തത്തിൽ സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ പല കുടുംബങ്ങളും അനാഥരായിക്കൊണ്ടിരിക്കുകയാണ്. ബിജോയ് നമുക്കൊരു പാഠമാണ്. എന്നാൽ ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ച് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറുന്നതിന് വേണ്ടി പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കും. അവയെല്ലാം അതിജീവിക്കാൻ വേണ്ടിയുള്ള വഴികൾ ദൈവം നമുക്ക് തന്നിരിക്കും. നാം ദൈവത്തെ മറന്നാലും ദൈവം നമ്മെ മറക്കില്ല. നീ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. അതൊന്നും പ്രശ്നമില്ല. കയ്യിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതെല്ലാം സൗഖ്യമാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതെല്ലാം മാറും. ഓക്കെ, ഒന്നുകൊണ്ട് ധൈര്യപ്പെടണ്ട. നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. ഓക്കെ. എടാ ബിജോയ്, ഇന്ന് ലോകം മുഴുവൻ കുഞ്ഞുങ്ങൾ മുതൽ യുവജനങ്ങൾ വരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഡ്രഗ്സ്. ഡ്രഗ്സിന്റെ പിടിയിൽ ഇന്ന് സമൂഹം പൂർണ്ണമായിട്ടും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും അറിയാതെയാണ് ഈ ഡ്രഗ്സിന്റെ അടിമകളായിത്തീരുന്നത്. ഒരിക്കൽ ഇത് ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്ന ആസക്തി ഇന്നത്തെ യുവജനങ്ങളെ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം ഓമനിച്ചാണ് നിന്റെ മാതാപിതാക്കൾ നിന്നെ വളർത്തിയെന്നറിയൂ. നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ അവരുടെ ചങ്കുളരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിന്നിൽ നിന്ന് നല്ലത് മാത്രമാണ് അവർ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നീ ചെയ്തത് എന്താണ്? കൂട്ടുകാരുടെ കൂടെ കൂടി, കൂട്ടുകാരുടെ ഇഷ്ടപ്രകാരം അവർ പറയുന്നത് കേട്ട് ഡ്രഗ്സിന് അടിമയായില്ലേ? നിന്റെ ജീവിതം തന്നെ നശിച്ചു പോയില്ലേ? ഒന്ന് ചിന്തിക്കുക. നിന്റെ അമ്മയും ഇന്ന് എന്തുമാത്രം വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രഗ്സ് മുഖേന നിന്റെ ശരീരം കണ്ടില്ലേ? വീഴ്ചകൾ സംഭവിച്ച്, ഒടിവുകൾ സംഭവിച്ച്, തലയ്ക്ക് ക്ഷതമേറ്റ് നിനക്കൊരല്പം പോലും എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലല്ലേ നീ ഇന്നിരിക്കുന്നത്? ഇതിൽ നിന്നൊരു മാറ്റം വേണ്ടേ? ഇതിൽ നിന്നൊരു വിമോചനം നിനക്ക് വേണ്ടേ? നീ ഇങ്ങനെ ജീവിക്കേണ്ടുന്നവരല്ല. നിന്റെ ജീവിതത്തിൽ പുതിയൊരു അനുഭവത്തിലേക്ക് നീ വരേണ്ടുന്നവരാണ്. അതുകൊണ്ട് ഡ്രഗ്സിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അതിന് അച്ഛൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. ബിജോയ്, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. മറ്റൊന്നുമല്ല, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ ഒരു പൈതലായി തീരുവാൻ ദൈവം നിന്നിൽ നിന്ന് വളരെ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ സ്നേഹത്തോടുകൂടെ ചോദിക്കട്ടെ, നിനക്കതിന് തയ്യാറാണ്? വെരി ഗുഡ്. നിനക്ക് കുറേ കൂടെ ദൈവവചനം, ഈ
ദൈവവചനം എന്തെന്ന് മനസ്സിലാക്കി അതിനായിട്ട് നിന്നെ ദൈവിക ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുവാൻ അച്ഛൻ ഒരു സെമിനാരിയിൽ അഡ്മിഷൻ പോകുവാൻ തയ്യാറാണോ? ദൈവവചനം പഠിക്കാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ സെമിനാരിയിലെ ഫുൾ ചെലവ് അച്ഛൻ പഠിക്കും. നീ നല്ലതുപോലെ പഠിക്കുന്നു, നല്ലതുപോലെ പഠിച്ച് നീ നല്ലൊരു പട്ടക്കാരനായി തീർന്ന് ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കുന്ന പലരെയും ആ അനുഭവത്തിൽ നിന്ന് വിടുവിക്കും. ദൈവം തന്നെ പ്രസാദിക്കും, ദൈവം തന്നെ സഹായിക്കും. നീ തയ്യാറാണോ? നന്നായിട്ടുണ്ട്. എല്ലാ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവര് നല്ല പൈതലായിക്കോളും. എല്ലാവരും പറയുന്ന അനുസരിച്ച്, നിങ്ങൾ പറയുന്ന അനുസരിച്ച് നല്ലൊരു പൈതലായി മാറും. ഒരു നല്ലൊരു ദൈവ ചൈതന്യമുള്ള പൈതലായി മാറും. അല്ലേ അബി? അയ്യോ, അത് ശരിയാണല്ലോ. ഭർത്താവിനെ കണ്ടില്ലല്ലോ. ഭർത്താവ് ഇവിടെ ഉണ്ടോ? ഇത് എന്നോട് പഠിച്ചതാണ്. പഠിച്ചില്ല, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. വിജയ് എന്നെ കാണാൻ വേണ്ടിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് നിനക്ക്? അച്ഛനായല്ലേ? അതെ, ഞാൻ അച്ഛനായി. എന്നാ പറ്റിയ എനിക്ക്? பாடம் படிச்சதில்ல, நாங்க நட்பு படிச்சோம். சின்ன வயசுல நாங்க அழுததில்ல, ஒன்னா சேர்ந்து சிரிச்சோம். காசுக்கு ஒரு பஞ்சம் வந்தாலும் பாசத்துக்கு பஞ்சம் இல்ல. தினம் தினம் சண்டை போட்டாலும் நெஞ்சுக்குள்ள பஞ்சம் இல்ல. என் நண்பனை போல் யாரும் இல்ல இந்த பூமியில. என் நட்புக்கு தான் ஈடே இல்ல இந்த பூமியில. ஜாதியில பேதம் இல்ல நட்புக்குள்ள. என் நண்பன் இருக்கிற வரையில் எனக்கு கவலை இல்ல. போச்சு என் நெஞ்சில் ஞாபகம். ആളെ ഒന്ന് കണ്ണൂരടാ കണ്ണൂരടാ. ഇപ്പോ തിരുവനന്തപുരം വെഞ്ഞാറമൂട് ആലുന്തറ ജംഗ്ഷനിൽ നിന്നൊരു അപകട വാർത്ത വരുന്നത് നമുക്ക് ആ വിവരങ്ങൾ കൂടി സലാമിനോട് ചോദിക്കേണ്ടതുണ്ട്. ഒരു ടൂറിസ്റ്റ് വാൻ ബൈക്കിൽ ഇടിച്ചു മറിഞ്ഞാണ് ഈ അപകടമുണ്ടായത്. പരിക്കേറ്റ 6 പേരിൽ 2 പേരും നിരന്തരമാണ്. തക്കലയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് വാൻ ബൈക്കിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ബൈക്കിൽ കൂട്ടി ഇടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരനായ നന്ദുവിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ വാനിലുണ്ടായിരുന്ന 11 പേർക്കും പരിക്കേറ്റു. വാനിലെ 2 യാത്രക്കാർക്കും കാര്യമായ പരിക്ക് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ തിരുവനന്തപുരം മെഡിക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശരി, ആളുടെ സ്റ്റേജ് 3 ക്രിട്ടിക്കലാണ്. എമർജൻസി ആയിട്ട് ഒരു സർജറി വേണം. 2 ലക്ഷം രൂപ ആദ്യം അടച്ചാൽ മാത്രമേ നമുക്ക് സർജറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്രയും പെട്ടെന്ന് ക്യാഷ് കൊണ്ട് വന്നാലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. காலேஜ் போகையில பட்டி தொட்டி எல்லாம் வட்டி போட்டுடும். ஓட்டி கடை போதவில்லை, செட்டிக்குள்ள செட்டும் இல்ல எங்கள போல. நட்புக்குள்ள பிரச்சனை தான் வந்தது. മറ്റേ പൊട്ടുന്ന ചുമ്മാ എടുക്കണ്ട തലവേദന. എടാ നിന്നെ എത്ര വട്ടം വിളിച്ചതാ ഞാൻ? എടാ വിളിച്ചതാ. കോൾ കട്ട് ചെയ്താ നിങ്ങൾക്ക്? എടാ നമ്മളോട് പഠിച്ചില്ലേ സാമു? ആക്സിഡന്റ് അതൊക്കെ പോട്ടെ. എനിക്ക് 50,000 രൂപ അത്യാവശ്യം. കാല് പിടിക്കാടാ. എടാ നിനക്ക് പൈസ തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്.
ഈ പൈസ പട്ടിയെ പോലെ ചെന്ന് എടുത്തിട്ട് വരണം. പറ്റുമോ നിനക്ക്? ഫോൺ എവിടെയാടാ? ഫോൺ ഇടറാ. എനിക്ക് അത് പെട്ടെന്ന് പട്ടി പോലെങ്കിലും പോകത്തില്ല. പട്ടിക്കുണ്ടായി നല്ലടാ നീ പറയുന്നത് ചിരി വരുന്നത്. ചിരി തരുന്നത് അയ്യോ പട്ടി പോലും ഇങ്ങനെ ചെയ്യൂലടാ. സാമ നമ്മളോട്ട് പോയടാ. എൻ്റെ മോനെ നീയൊക്കെ കൊണ്ട് ഒന്നുമല്ലടാ. നീ ഒരു കാലത്തൊക്കെ പിടിക്കൂടാ. എടാ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 2 മണിക്കൂറിനകത്ത് എത്തും. എടാ നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി എടു, പള്ളിച്ചെന്ന്. കുടുംബക്കല്ലറാണെങ്കിൽ 4 ലക്ഷം, അതിന് തൊട്ട് താഴെയുണ്ട് 3 ലക്ഷം, പിന്നെയുള്ളത് സെല്ലാറ്, അതിന് 1 ലക്ഷം. ഞാൻ പള്ളിക്ക് വേണ്ടി ഒരുപാട് കാര്യം ചെയ്യുന്നു. പള്ളിയിൽ ചെയ്യുന്നതെല്ലാം അത് കർത്താവ് കാണുന്നുണ്ട്. അതിനുള്ള ബന്ധം കർത്താവ് നിനക്ക് തരും. പള്ളി സെമിത്തേരിയാണ് പൈസ കൊടുക്കണം. എനിക്കൊരു പ്രയർ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കപ്പേര റീസൺ. ഇവിടെ ജനനം മുതൽ മരണം വരെ ബിസിനസ്സാണ്. ചത്ത ശവത്തിന് പോലും വില പറയുന്ന കാലമാണ്. Process by which a plant produces their powerful ഇന്ന് കൂസാണല്ലോ. നിങ്ങളെ കാര്യം നോക്കാനല്ല ഞാൻ ഇവിടെ അടുത്ത് വിജയിക്കാം.
നീ എന്റെ കാര്യത്തിൽ ഇടപെടാൻ രണ്ട് കേട്ടല്ലോ കേട്ടല്ലോ, ഞാൻ പറയണ പോലെ ജീവിച്ചോണ്ട് കേട്ടല്ലോ. ദോഷമായി രണ്ട് കൈ തള്ളു. അച്ഛനാണ് സെലക്ട് ചെയ്തത് എല്ലാ കാര്യത്തിലും. അത് ആർക്കും കൊള്ളാത്തവരാണ്. എന്ത് പറയുന്നു, ജീവിതം മരിക്കുന്നുണ്ട്. അങ്ങനെ പറയാനാണ് എല്ലാം ശരിയാണ്. ദൈവം നിന്നെ കുറിച്ച് ഒരു തീരുമാനമെടുക്കണം. തന്റെ പേര് തോന്നണം. എല്ലാം ശരിയാണ്. ദൈവം നിന്നെ കുറിച്ച് നല്ലൊരു തീരുമാനം എടുക്കണം. എല്ലാം ശരിയായിട്ട് പറയാം. ദൈവം എല്ലാവരുടെയും ദൈവം ജീവിതകാലഘട്ടത്തിലുള്ള നീ എത്രയും പെട്ടെന്ന് എണീറ്റുണ്ടാവും. എനിക്ക് ഉറപ്പാണ്. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. എനിക്ക് കുറച്ച് പ്രയർ ചലോ. സഫയെ സംബന്ധിച്ചിടത്തോളം സഫയെ മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങാണ്. സഫ ഒരു കുടുംബം പോലെയാണ്. ആ കുടുംബത്തിനകത്ത് പല വിഷയങ്ങളുണ്ടാവും, പല പ്രോബ്ലംസ് ഉണ്ടാവും. അതൊന്നും നമ്മൾ ഒരു വിഷയമാക്കാതെ അതിനെ വളർത്തി വലുതാക്കാതെ പരസ്പര സഹകരണത്തോടെ വേണം മുന്നോട്ട് പോകുന്നത്. നമ്മളൊരു ചെറിയൊരു സഹകരണം ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരാൾക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു നല്ല പ്രവൃത്തി അത് ആ കുടുംബത്തിനെ രക്ഷിക്കാൻ അത് സാധിക്കും. ചിലപ്പോൾ നമ്മൾ അത് പ്രോബ്ലമല്ല, അത് ചെറിയൊരു കാര്യമായിരിക്കും. നമ്മൾ ശരിക്കും നമ്മൾ ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും നമുക്കോ അവർക്കോ യാതൊരു കുഴപ്പമില്ല. അത് അത്ര തന്നെ എന്നുള്ള ചിന്തയിൽ നമ്മൾ പോകും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആ ചെയ്ത ഒരു ചെറിയൊരു പ്രവൃത്തി പോലും ആ കുടുംബത്തിന് ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല, ആ കുടുംബത്തെ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് പോലും ഏറ്റവും അനുഗ്രഹപ്രദമാണ്. അവർ ഏറ്റവും ഉയർച്ചയിലേക്ക് എത്തിക്കാതെ നമ്മൾ പരസ്പര സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരു ഐക്യതയും മുന്നേറണം. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കും.